നമ്മുടെ KSRTCയുടെ ചരിത്രത്തിൽ ഇടം നേടിയ കാട്ടാക്കട സ്വദേശി രാജയെ പരിചയപ്പെടാം. സംസ്ഥാനത്തെ രണ്ടാമത്തെയും തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെയും KSRTC വനിതാ ഡ്രൈവറാണ് രാജി. തന്റെ അച്ഛന്റെ പാത പിന്തുടർന്നാണ് മകളും വളയം പിടിക്കാനായി തീരുമാനിച്ചത്. ആനവണ്ടിയുടെ വളയം പിടിക്കുന്ന ആ കാട്ടാക്കടക്കാരിയെ പരിചയപ്പെടണ്ടേ? നമുക്ക് ഒന്നിച്ച് പരിചയപ്പെടാം. കാട്ടാക്കടയിൽ ടാക്സി ഡ്രൈവറായിരുന്ന രസാലത്തിന്റെയും ശാന്തയുടെ മകൾ രാജിക്ക് കുട്ടിക്കാലം മുതൽ വാഹനങ്ങളോട് ഏറെ പ്രിയമായിരുന്നു. അച്ഛന്റെ കാറും പിന്നീട് ലോറിയും ഒക്കെ വീട്ടിലെത്തുമ്പോൾ വാഹനം കഴുകാനും അറ്റകുറ്റപ്പണിക്കുമൊക്കെ കൂടെ കൂടി തുടങ്ങിയതാണ് രാജി. ഈ ഇഷ്ടം സ്കൂൾ പഠനകാലത്തും ഡിഗ്രി പഠനകാലത്തും ഒക്കെ തുടരുകയും ചെയ്തു. പിന്നീട് സ്കൂട്ടർ മുതൽ ലോറി വരെ ഓടിക്കാൻ അച്ഛന്റെ ശിക്ഷണത്തിൽ തന്നെ പഠിച്ചു. വാഹനത്തോടുള്ള ഇഷ്ടവും കൂടുതൽ സമയം വാഹനം ഓടിക്കണമെന്ന ആഗ്രഹവും ചെന്നെത്തിയത് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകയുടെ വേഷത്തിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് KSRTCയുടെ ഡ്രൈവർ കുപ്പായത്തിലേക്ക് കടക്കുന്നത്. 1.5 പതിറ്റാണ്ടോളമായി കാട്ടാക്കടയുടെ നിരത്തുകളിൽ രാജി ഡ്രൈവിംഗ് പരിശീലക എന്ന നിലയിൽ സുപരിചിതയാണ്. എപ്പോഴും കാറിൽ പ്രായഭേദമന്യേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകി പോകുന്ന രാജിയെ അറിയാത്തവരില്ല. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:50 കാട്ടാക്കടയിൽ നിന്ന് കാട്ടാക്കട പ്ലാമ്പഴിഞ്ഞി കന്നി റൂട്ടിൽ കണ്ടക്ടർ അശ്വതി ഡബിൾ ബെല്ലടിച്ച് ആദ്യ ട്രിപ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ സ്റ്റാൻഡിലുണ്ടായിരുന്ന യാത്രക്കാർക്കെല്ലാം കൗതുകമായി. ആനവണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ വനിതയാണെന്ന് കണ്ട ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. ചിലർ ഉച്ചത്തിൽ വിളിച്ച് ആശംസിച്ചു. ആദ്യ യാത്രയും KSRTC ഡ്രൈവിംഗും ഒരു പ്രത്യേക അനുഭവമായിരുന്നു എന്നായിരുന്നു രാജിയുടെ വാക്കുകൾ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡ്രൈവിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ വണ്ടിയോട് ഭയങ്കര താല്പര്യമാണ്. കൊള്ളാം, രസമുണ്ട് ഓടിക്കാൻ. നാട്ടുകാരൊക്കെ ഭയങ്കര സ്വീകരണമാണ്. രാത്രി 10ഓടെ ആദ്യ ഡ്യൂട്ടി അവസാനിക്കുമ്പോൾ ആദ്യ ദിനത്തിൽ 150 കിലോമീറ്റർ എന്ന റെക്കോർഡ് ബുക്കിലേക്ക് കയറുന്നതിനൊപ്പം സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും KSRTC വനിതാ ഡ്രൈവർ എന്ന മറ്റൊരു റെക്കോർഡും രാജിക്ക് സ്വന്തം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.